ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടോ മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സെറ്റും മുണ്ടും കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഡൗട്ടാണ് സെറ്റും മുണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നേരിയതായിട്ട് കൊടുക്കുന്ന ഏതാണ്, മുണ്ടായിട്ട് കൊടുക്കുന്ന പീസ് ഏതാണെന്ന്. ഇതറിയാനായിട്ട് നമ്മൾ ഈ 2 പീസും കൂടെ ഒന്നിച്ച് വെച്ച് നോക്കുക. നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞതായിട്ട് വരുന്ന ഭാഗമായിരിക്കും നമുക്ക് നേരിയതായിട്ട് കൊടുക്കേണ്ടത്. ഈ ഭാഗം നമ്മൾ നേരിയതായിട്ട് കൊടുക്കണം. ഈ കൂടുതൽ വീതിയായിട്ട് വരുന്ന ഭാഗം വേണം നമ്മൾ മുണ്ടായിട്ട് കൊടുക്കാനായിട്ട്. സാരിയുടെ ആണെങ്കിലും മുണ്ടിൻ്റെ നേരിയതിനാണെങ്കിലും നമ്മൾ ഷോൾഡറിൽ വെക്കേണ്ട ഭാഗം ഞുറിഞ്ഞെടുക്കാനായിട്ട് ചിലർക്കൊരു ഡൗട്ട് കാണും. അത് അറിയാനായിട്ട് നമ്മൾ തുമ്പത്തൂന്ന് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കയ്യിൽ നന്നായിട്ട് ആ തുമ്പ് വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഭാഗമായിരിക്കും നമ്മൾ പിൻ ചെയ്യേണ്ട ഭാഗം. ഇപ്പം നമ്മൾ ഷോൾഡറിൽ വെച്ച് നോക്കിയാലും നമുക്ക് കാണാം ആ ഒരു മുട്ടിൻ്റെ ഏകദേശ ഭാഗത്തായിട്ട് അത് വരും. ഇനി അതിൽ കൂടുതൽ ഇറക്കം വേണ്ടവർക്ക് കുറച്ചുകൂടെ ഇറക്കിയെടുക്കാം. മുണ്ടിൻ്റെ നേരിയതാണെങ്കിലും സാരി ആണെങ്കിലും നേരത്തെ നമ്മൾ ഒന്ന് പ്ലീറ്റൊക്കെ എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുക്കാനായിട്ട് വരുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഇനി മുണ്ട് നമുക്ക് ഉടുക്കാനായിട്ട് ഒരു സ്കേർട്ട് ഇടുമ്പോൾ അത് ഷേപ്പ് വെയർ ആയിക്കോട്ടെ അല്ലാതെ സാധാ അണ്ടർ സ്കേർട്ട് ആയിക്കോട്ടെ നമ്മളൊന്ന് കൈ ഓടിക്കാൻ പാകത്തിന് വേണം അത് മുറുക്കി കെട്ടാനായിട്ട്. ഒത്തിരി അങ്ങ് ലൂസായിട്ട് അഴിഞ്ഞു പോകുന്ന രീതിയിലും ആയിരിക്കരുത്, ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്തും ആയിരിക്കില്ല. അങ്ങനെ വേണം നമ്മൾ സ്കേർട്ട് കെട്ടാനായിട്ട്. ഇനി നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കുക എത്രയും ഇറക്കം വേണം. ചിലതിന് കൂടുതൽ വീതിയുള്ള മുണ്ട് കാണും, ചിലത് വീതി കുറവുള്ള മുണ്ട് കാണും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊക്കെ മടക്കാനായിട്ട് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മളൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് മുണ്ട് ഉടുക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഡബിൾ മുണ്ടോ സിംഗിൾ മുണ്ടോ ഏതാണെന്ന് വെച്ച് എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സിംഗിൾ മുണ്ടാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് ചിലർ നേരെ നടുഭാഗത്ത് കര വരുന്ന രീതിയിലായിരിക്കും ഉടുക്കുന്നത്. ചിലർക്കത് കുറച്ചും കൂടെ സൈഡിലായിട്ട് കര വരുന്ന രീതിയിലായിരിക്കും ചിലരത് ഉടുക്കുന്നത്. ഇപ്പം ഞാൻ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. സൈഡിലായിട്ട് വരുന്നവർ കുറച്ചും കൂടി ഇങ്ങനെ സൈഡിലേക്ക് നീക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 രീതിയിൽ നമുക്ക് ഇങ്ങനെ മുണ്ടുടുക്കാം. അത് ആദ്യത്തത് നമ്മൾ ഇതുപോലെ നടുക്ക് വരുന്ന രീതിയിൽ കര വരുന്ന രീതിയിൽ വെച്ച് നോക്കിയിട്ട് ബാക്കി ഭാഗം ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ കൂടുതൽ നീളം വരുന്നുണ്ട് മുണ്ടിനെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വരുന്ന നീളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതുപോലൊന്ന് 100 2 100 ഓരോരുത്തർക്ക് ആ അരവണ്ണത്തിനനുസരിച്ചുള്ളത് എടുത്തിട്ട് നമുക്കിതുപോലെ അണ്ടർ സ്കേർട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ നീളത്തിനനുസരിച്ചുള്ളത് നോക്കിയിട്ട് ബാക്കി ഭാഗം അണ്ടർ സ്കേർട്ടിനുള്ളിലേക്ക് നമുക്ക് വെക്കാം. അപ്പം ചുരുട്ടി കൂട്ടി വയ്ക്കാതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൈ ആ സ്കേർട്ടിനകത്തിലേക്ക് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് ചുരുണ്ട് കൂടിയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തികേട് നമുക്ക് തോന്നത്തില്ല. ഇനിയും ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഈ അകത്ത് കുത്തിയേക്കുന്ന ഇച്ചിരി ഒന്ന് കയറ്റി കുത്തുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൂടെ ആ തുമ്പ് കാണാതെ ഇരിക്കും. അപ്പോൾ അതിനായിട്ടൊരു ശകലം ഉള്ളിലേക്ക് അകത്ത് വരുന്ന ഭാഗം ഒന്ന് കയറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഏത് ഭാഗത്താണോ നടുക്കാണ് വരണമെന്നുണ്ടെങ്കിൽ നടുക്ക് അത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗം കൂടെ ആ സ്കേർട്ടിനുള്ളിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചുരുണ്ട് കൂടിയിരിക്കാതെ അല്ലെങ്കിൽ പൊങ്ങിയിരിക്കാത്ത രീതിയിലെല്ലാം നന്നായിട്ട് വെച്ച് കൊടുത്ത് അത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. അപ്പം ഉടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം അഥവാ നമുക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് താലപ്പൊലി എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുവാതിരയ്ക്കോ അങ്ങനെ ആയിരിക്കും കൂടുതലും എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതിയും കൂടെ നമുക്ക് നോക്കാം. ഈ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ നേരെ തന്നെ ആ ഒരു അകത്ത് കുത്തേണ്ട തുമ്പ് നേരെ ഇടതുവശത്ത് തന്നെ കുത്തി കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് ചുറ്റി ഇതുപോലെ കുത്തി വയ്ക്കാതെ അല്ലെങ്കിൽ ചുരുട്ടി വയ്ക്കാതെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിൽ സ്കേർട്ടിനകത്തേക്ക് ആക്കിയിട്ട് ഒരു ചുറ്റി നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവരിക. ആ ഫ്രണ്ടിൽ വരുന്ന കര നേരെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ആയിട്ട് വരേണ്ടവർക്ക് അങ്ങനെ എടുക്കുക. അപ്പം ഞാനിപ്പോൾ നടുക്ക് വരുന്ന രീതിയിൽ എടുത്തിട്ട് മുൻപേ നമ്മൾ ഈ മുണ്ടിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അകത്ത് ഞുറിഞ്ഞെടുത്തായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഞുറും എടുത്തിട്ട് ഫ്രണ്ടിൽ ആ ഒരു ഞുറ് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഞുറു ഫ്രണ്ടിൽ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് കുത്തി കൊടുക്കാം. ആദ്യമായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പ്രാക്ടീസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നേരത്തെ തന്നെ അളവെടുത്തിട്ട് ഒന്ന് സേഫ്റ്റി പിൻ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അയൺ ബോക്സിൽ അയൺ ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ട് നമുക്കിതുപോലെ ഉടുത്തു തുടങ്ങിയാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ അല്ലാതെയായിട്ട് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കര വരുന്ന ഭാഗവും നമ്മൾ സ്കേർട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നന്നായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകേണ്ട കാര്യത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ടിട്ട് തന്നെ നമുക്കിത് ഉടുത്തു തുടങ്ങാം. അതാകുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നാലും ചെരുപ്പ് ഉരുണ്ടായിട്ട് വരും. അപ്പം
ചെരുപ്പിടാതെ തന്നെ ഉടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഉടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കരയൊന്ന് തൂത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. അയൺ ചെയ്ത് കൊടുക്കണം എന്നില്ല. ആ കര ആ മടക്ക് വരുന്ന ഭാഗം നമ്മൾ ഞൊറിഞ്ഞെടുത്ത ഭാഗത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തൂത്ത് കൊടുത്താലും നല്ലതായിട്ട് കിട്ടും. നേരിയത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ഞുറുവോ അല്ലെങ്കിൽ വലിയ ഞുറുവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഞുറിഞ്ഞെടുത്ത് വെക്കാം. ഇറക്കമൊക്കെ നോക്കി നമ്മൾ പിൻ ചെയ്ത് വെക്കുക. ഷോൾഡറിൽ വരുന്ന ഭാഗം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന് ആ ഷോൾഡറിൽ വെച്ചിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമ്മൾ നന്നായിട്ട് ആ കരയൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. നേരിയത് ചിലപ്പോൾ നീളക്കൂടുതലുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കര വരുന്നതിന് മുൻപായിട്ട് നമ്മൾ 1-2 ഞൂറും എടുത്തിട്ട് കുത്തുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ കറക്റ്റ് നീളത്തിനുള്ളതാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗം ആ ഒരു വയറിൻ്റെ ഭാഗത്തൂടെ എടുത്തിട്ട് ഇവിടെയായിട്ട് നമുക്ക് ആ മുണ്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഞൊറിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വയറിൻ്റെ ഭാഗം ചിലപ്പോൾ ഇങ്ങനെ കയറിയിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇച്ചിരി ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു തുമ്പ് നമുക്ക് ആ മുണ്ട് ഉടുത്തേക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അഴിഞ്ഞു പോകാത്ത രീതി നല്ലൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കര വരുന്ന നമ്മൾ ആ ഒരു ഞുറു എടുത്തില്ലേ അതിൻ്റെ താഴേക്ക് ആ ഭാഗത്തേക്കൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന കര നല്ല രീതിയിൽ കാണുന്ന പോലെ നമുക്ക് ഉടുക്കാം. കര പുറത്ത് ഫുൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉടുക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഉടുത്തതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഉടുത്ത് കൊടുക്കാം. ഈ വയറ് വരുന്ന ഭാഗം കാണാതിരിക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൗസിലേക്ക് നമുക്കൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ നേരിയത് ഇവിടെ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ ആ വയറൊന്ന് മറിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കുക. അപ്പോൾ ആ കര കാണുന്ന രീതിയിൽ നല്ലതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഈ തുമ്പൊരു പിൻ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുകൾ വശത്ത് വരുന്ന നമ്മൾ എടുത്തിട്ടുള്ള പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇരുന്നോളൂ. ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. ഒന്നുകിൽ നമ്മൾ നേരത്തെ ഞൊറു എടുക്കുന്ന സമയത്ത് ഒരു അയൺ ബോക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ കറക്റ്റായിട്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഓടിച്ചു കൊടുത്താലും നന്നായിട്ട് തന്നെ അതിരുന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് വേറെ ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അമ്പലത്തിൽ പോകാനോ ഒക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഉടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുവരെ ഇത് ഒറ്റയ്ക്ക് ഉടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.